തൗഹീദ് ഉപദേശിച്ച് മാത്രം സലഫി സമൂഹ സൃഷ്ടി സാധ്യവുമല്ല. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നൊരു വിട്ടുകൊണ്ട് കാലം കഴിച്ചു കൂട്ടുക എന്നത് ഒരു തരം നിരാശാബാധിത നിഷ്ക്രിയത്വമാണ്. മുജാഹിദേക്ക് നിരാശ ബാധിച്ചിട്ടാ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്നിങ്ങനെ മുജാഹിദിൽ പറഞ്ഞു നടക്കുന്നത്. അത് നിരാശാബാധിത നിഷ്ക്രിയത്വമാണെന്ന് എഴുതി വെച്ച മടവൂരി. ആ മടവൂരി പറയാ ജിന്നിനോട് പ്രാർത്ഥിക്കാന്ന് മുജാഹിദ്. ഇവിടെ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന് പറയാൻ തന്നെ സമയം തികയില്ല. പിന്നല്ലേ ജിന്നിനോട് പ്രാർത്ഥിക്കാന്ന് പറയാ. എവിടെ ഉള്ളത്? ഇനി അതേ മടവൂരിയോട് ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, ഇത് ഞാൻ ഒരുപാട് സ്ഥലത്ത് കാണിച്ചാണ്. ഇനിയിപ്പോൾ ഈ പ്രാണിക്കുന്നതിൽ പുതുമയൊന്നുമില്ല, പക്ഷെ മടവൂരിയുടെ അതിന് കാണിക്കാതിരിക്കാൻ പറ്റൂല. ഇതെന്താ കാര്യം എന്നറിയോ? ഇതിന് മൈത്രിയുടെ ദേവാലയങ്ങൾ എന്നാണ്. ഇതിപ്പോൾ ചെറുക്കാണോ അല്ലേ നമ്മളിനി വാദപ്രയോഗം നടത്തേണ്ട കാര്യമൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നറിയോ? മൈത്രിയുടെ ദേവാലയം 2006 മാർച്ച് 2026 ഞായറാഴ്ച പുറത്തിറങ്ങിയ മനോരമ. ആ മനോരമ ഇതിൽ പറയുന്നതാണ് 1997 മങ്കട മാണിക്കേടത്ത് മഹാദേവ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങിയത്. ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഇപ്പോൾ ഏകദേശം പൂർത്തിയായി. എപ്പോഴാ? 2006 സംഘടനയൊക്കെ പോയി, മടവൂരൊക്കെ ഉണ്ടായി. അങ്ങനെ 2006 അങ്ങനെ പൂർത്തിയായി. ക്ഷേത്രത്തിലെ ആദ്യത്തെ തേങ്ങയുടക്കൽ ചടങ്ങിനുള്ള തേങ്ങ മറിയുമ്മയുടെ മകൻ മങ്കട അബ്ദുൽ അസീസ് മൗലവിയാണ് നൽകിയത്. ജിന്നോ? ഏത് ജിന്ന്? അതോ ശൈത്താനോ? കൃത്യമായി നിങ്ങൾക്ക് കാണാം. ആദ്യത്തെ തേങ്ങയുടക്കൽ ചടങ്ങിനുള്ള തേങ്ങ മറിയുമ്മയുടെ സഹോദരനായ മങ്കട അബ്ദുൽ അസീസ് മൗലവിയാണ് നൽകിയത്. അപ്പൊ പിന്നെ പറയാം തേങ്ങ ഒടിച്ചിട്ടില്ലല്ലോ എന്നാ, പിന്നെ ഉടക്കാൻ കൊടുത്തിട്ടില്ലേ ഉള്ളൂ എന്നാ. തേങ്ങ ഉടച്ചിട്ടുണ്ടോ? ഇല്ല, തേങ്ങ ഉടക്കാൻ കൊടുത്തിട്ടില്ല. അതിന്റെ ഹുക്കും എന്താ? ഇനി ഈ പറഞ്ഞ ആള്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമ്മളിൽ നിന്ന് യാത്രയായി അദ്ദേഹത്തെ കുറ്റപ്പെടുത്തണമെന്നോ കുത്തിപ്പറയണമെന്നോ നമുക്ക് ആഗ്രഹമില്ല. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് വേറെ നിവർത്തിയില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉദ്ധരണികളെ കോട്ടിമാട്ടി ദുർവ്യാഖ്യാനം ചെയ്ത് പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുന്ന മടവൂരികളുടെ തൗഹീദിന് എന്താത്മാർത്ഥതയുണ്ട്, എന്താത്മാർത്ഥമുള്ളത്. പക്ഷേ ജിന്ന് കേൾക്കുമ്പോ അപ്പൊ ചിരി പോവാ. ഇത് കേട്ട ചിരിച്ചേ പറ്റുള്ളൂ, വേറെ നിവർത്തിയില്ല. സൈക്കിളിൽ നിന്ന് ഇവിടെ ചിരിച്ചു കാണിക്കണമല്ലോ. അപ്പൊ ആ ഒരു അവസ്ഥയുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ എന്താന്ന് ചോദിച്ചാൽ, ഇത് കൃത്യം ഞാൻ ഇത്രയും ശക്തമായി പറഞ്ഞു വെച്ചാൽ, ഞാൻ ഇതിനു മുമ്പും ഈ വിഷയം കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി നസീഹത്തോടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഈ തിരുവനന്തപുരത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഊരു ചുറ്റിക്കൊണ്ട്, ഇവിടെ മുഖാമുഖം പോലും സംഘടിപ്പിച്ചുകൊണ്ട് മുജാഹിദുകൾ അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണ്, ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണെന്ന് പച്ചക്കള്ളം കെട്ടിപ്പറയുമ്പോ തൗഹീദിന്റെ സംരക്ഷണത്തിന് വേണ്ടി പറയൽ അത്യാവശ്യമായതുകൊണ്ടാണ് ഈ രൂപത്തിൽ പറയുന്നത്. തീർച്ചയായും ഇബ്രാഹിം നബി പറഞ്ഞതുപോലെ ശത്രുത പ്രഖ്യാപിക്കുന്ന മടവൂരികളുമായി നിങ്ങൾ അള്ളാഹുവിന്റെ ഏകത്വം, റബ്ബിന്റെ തൗഹീദ്, ആ തൗഹീദിനെ ചോദ്യം ചെയ്തുകൊണ്ട് നിലകൊള്ളുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് നിലകൊള്ളുകയും പരസ്യമായി റോട്ടിലിട്ടുകൊണ്ട് റസൂലുള്ളാഹിയുടെ വചനങ്ങളെ പിച്ചിച്ചീന്തുകയും ചെയ്യുമ്പോൾ ആ പണി നിർത്താതെ അത് അവസാനിപ്പിക്കാത്ത കാലത്തോളം ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള ശത്രുത അത് വ്യക്തമായിരിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ മംഗളമാണിക്കേടത്തെ ക്ഷേത്രത്തിൽ തേങ്ങ ഉടക്കാൻ വേണ്ടി തേങ്ങ കൊടുത്താൽ നോ പ്രോബ്ലം. എന്നാൽ ഏതെങ്കിലും ഒരു ഉദ്ധരണി എവിടെയെങ്കിലും കണ്ടാൽ അതെടുത്തുദ്ധരിച്ച് കോട്ടിമാട്ടി അത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മുജാഹിദുകൾ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ചില ആളുകൾ ബോധപൂർവം ശ്രമിക്കുകയാണ്. 1000 കുതിരശക്തിയോടെ അത്തരം വാദമുന്നയിക്കുന്നവരെ വെല്ലുവിളിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ അള്ളയല്ലാത്തവരോട് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞൊരു വാചകം കാണിച്ചു തന്നാൽ വ്യക്തിപരമായി ഞാൻ ഇനി ഒരിക്കലും മടവൂരികൾക്കെതിരെ സംസാരിക്കുകയില്ല എന്നീ സമയത്ത് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഏതായാലും മുഖാമുഖമുള്ളത് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ ഒരു ഉദ്ധരണി തെളിയിക്കാൻ സമർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ അവർ സമർത്ഥിച്ചു കൊള്ളണം, പറഞ്ഞുകൊള്ളണം. ഞങ്ങളൊക്കെ അങ്ങ് പോയിട്ട് മുസ്ലിം പ്രസ്ഥാനത്തിലേക്ക് വരുന്ന ചെറിയ കുട്ടികളുണ്ടാവും. അങ്ങനെ കൃത്യമായി വ്യക്തമായി കാര്യങ്ങളൊക്കെ പഠിച്ചറിയണതിന് മുമ്പ് അവരുടെ ചെവിയിൽ കുറുമ്പി അങ്ങനെ കൊണ്ടുപോയി അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്ന് ചോദിച്ച് ഫിത്തന ഉണ്ടാക്കാൻ നിൽക്കാതെ
കൃത്യമായി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയും, അതിനുള്ള തെളിവ് ഞങ്ങൾ ഹാജരാക്കാം എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ ആരോപണം കൊണ്ട് കാര്യമില്ല, തെളിവ് കൊണ്ടുവരണം. ആ തെളിവ് കൊണ്ടുവന്നാൽ അതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിച്ചു തരാം. മടവൂരികൾ എന്തൊക്കെയാണോ എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണ മാറ്റിത്തന്ന താങ്കൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഒരു ചോദ്യം കൂടി അവശേഷിക്കുന്നു. സിഹിർ ബാധിക്കും എന്ന് പറഞ്ഞു. സിഹിർ ബാധ ഉണ്ടായ ഒരാളെ എങ്ങനെ അറിയാൻ സാധിക്കും? അങ്ങനെ ബാധിച്ചാൽ അവൻ എന്ത് പ്രതിവിധിയാണ് ചെയ്യേണ്ടതെന്ന് കൂടി അറിഞ്ഞാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും. അപ്പോൾ സിഹിർ ബാധിച്ചാൽ എങ്ങനെ അറിയാം? അങ്ങനെ അറിഞ്ഞാൽ എന്ത് ചെയ്യാന്നാ? അപ്പോൾ എങ്ങനെ അറിയാന്നാ? ഇത് നമ്മുടെ മടവൂരി തന്നെ ഇറക്കിയ നേരത്തെ ഞാൻ പറഞ്ഞ ബുക്ക് ജിന്ന് ശൈത്താൻ സിഹിർ. അപ്പോൾ നമുക്ക് മടവൂരിയോട് തന്നെ ചോദിച്ചു വെക്കാം, എങ്ങനെ അറിയൽ? മടവൂരി തന്നെ പറയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുജാഹിർ ഉസ്താദ് ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ പരിഭാഷപ്പെടുത്തിയ പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ കൃത്യമായി തന്നെ പറയുകയാണ്, സിഹിർ ബാധയിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗവും ചികിത്സിക്കാനുള്ള വഴിയും അള്ളാഹു തൻ്റെ ദാസന്മാർക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അവയിൽ ചിലത് താഴെ വിരിക്കുന്നു. സിഹിർ ബാധിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട പ്രാർത്ഥനകൾ, ദിക്റുകൾ എന്നിവ കൊണ്ടുള്ള പ്രതിരോധമാണ്. നമസ്കാരാനന്തമുള്ള ദിക്റുകൾക്ക് ശേഷവും ഉറങ്ങുന്നതിന് മുമ്പും ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. ഖുർആനിൽ ഏറ്റവും മഹത്തായ സൂക്തമായ ആയത്തുൽ കുർസി താഴെ കൊടുക്കുന്നു. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. അങ്ങനെ ആയത്ത് കൊടുക്കുകയാണ്. അപ്രകാരം സൂറത്തുൽ ഇഖ്ലാസ്, ഫലഖ്, നാസ് എന്നിവ 3 പ്രാവശ്യം വീതം നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷവും രാപ്പകലുടെ ആരംഭത്തിലും ഉറങ്ങുന്നതിന് മുമ്പും പാരായണം ചെയ്യുക. കൂടാതെ രാത്രിയുടെ ആരംഭത്തിൽ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്ത് പാരായണം ചെയ്യുക. അങ്ങനെ വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതിയാവുന്നതാണ്. ഇനി അവിടെ നിന്നിങ്ങോട്ട് സൂറത്തു ആലു ഇമ്രാനിലെ ആയത്ത് അത് സൂറത്തു ബഖറയിലെ തന്നെ അവസാനത്തെ ആയത്ത് അത് ഓതാൻ പറയുന്നു. അങ്ങനെ ഒരാൾക്ക് സിഹിർ ബാധിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ അയാൾക്ക് തോന്നിയാൽ, അയാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ദിക്റുകൾ അദ്ദേഹം കൊണ്ടുവരണം തൻ്റെ ജീവിതത്തിൽ. അതുപോലെ തന്നെ സൂറത്തുൽ ഫലഖ് ഓതണം, സൂറത്തുൽ നാസ് ഓതണം. അതുപോലെ നബി പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ് വശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാക ശിഫാ ലാ യുഗാദിറു സഖബ ബിസ്മില്ലാഹി ഉർഖീക് മിൻ കുല്ലി ശൈഇൻ യുദീക് എന്ന് പറയുന്ന പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥനകളെല്ലാം ചെയ്യണം. അങ്ങനെ ഈ രൂപത്തിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സിഹിർ ബാധിച്ചതായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു പ്രയാസം കൊണ്ട് തോന്നുകയാണെങ്കിൽ അയാൾ ഒരു പേടിയും പേടിക്കാനില്ല. അതിനാണ് അല്ലാഹു ഖുർആനിൽ ആയത്തുകൾ ഇറക്കിയത്. സൂറത്തുൽ ഫലഖ് ഉള്ളത്, സൂറത്തുൽ നാസ് ഉള്ളത്, ആയത്തുൽ കുർസി ഉള്ളത്, ആമന റസൂൽ ഉള്ളത്, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ് എന്ന പ്രാർത്ഥനയുള്ളത്. അതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിച്ച ഒരുപാട് പ്രാർത്ഥനകൾ, ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം തുടങ്ങിയ പ്രാർത്ഥനകളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനകളെല്ലാം തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരിക. അയാളെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള പ്രയാസം മാനസികമായി അദ്ദേഹത്തിനുണ്ടെങ്കിലും പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിലും, അതുപോലെ ശാരീരികമായി അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ രോഗങ്ങളോ ഉണ്ടെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ തന്നെയാണ് അയാൾ ഉദ്ധരിക്കേണ്ടത്, അദ്ദേഹം പറയേണ്ടത്. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള പ്രയാസം ഉണ്ടായാലും എന്തുമൂലം ഉണ്ട്, ഇപ്പോൾ ഒരു പനി വന്നാൽ അയാളെ സംബന്ധിച്ചിടത്തോളം നബി പറഞ്ഞു, ഒരു രോഗിയെ നിങ്ങൾ സന്ദർശിച്ചാൽ മന്ത്രിച്ചു കൊടുക്കണം. മന്ത്രിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നബി പഠിപ്പിച്ച പ്രാർത്ഥനകൾ നിർവഹിക്കുക. ഏതൊരു രോഗം ഒരു വിശ്വാസിക്ക് വന്നാലും, സിഹിറിന് മൂലമായാലും അല്ലെങ്കിലും ഏത് രോഗം വന്നാലും മരുന്ന് മാത്രം വിഴുങ്ങുക എന്നതല്ല ഒരു മുഅ്മിനായ മനുഷ്യന്റെ രൂപം അല്ലെങ്കിൽ ഒരു നിലപാട്. മരുന്നിന് പോകാതെ വേറെന്തെങ്കിലും കാര്യത്തിൽ മാത്രം ഏർപ്പെടുക, അതുമല്ല. മരുന്നും അതുപോലെ തന്നെ പ്രാർത്ഥനകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ചികിത്സ അള്ളാഹുവിന്റെ ഖുർആൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതിനാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പലതും പ്രത്യേകം റസൂലുള്ളാഹി എടുത്ത് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ മാർഗം സ്വീകരിക്കുക, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത്. ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കാകാത്ത വല്ല തേട്ടവുമുണ്ടോ? നേരത്തെ ഇവിടെ പ്രാർത്ഥനയെന്ന് പറഞ്ഞു, പ്രാർത്ഥനയെന്ന് അവരാരും ആരോപിച്ചിട്ടില്ല. ജിന്നിനോട് സഹായം തേടാമെന്നാണ് നിങ്ങൾ പറഞ്ഞതായിട്ട് പറഞ്ഞത്. ഞാൻ ചോദിച്ചത്, ജിന്നിനോട് സഹായം ചോദിച്ചാൽ ശിർക്കാകാത്ത വല്ല തേട്ടവുമുണ്ടോ? നമുക്കൊരു മടവൂരിയോട് തന്നെ ചോദിച്ചു നോക്കാം. അത് ഞങ്ങളല്ലേ തീരുമാനം. നിങ്ങളുടെ ചോദ്യം ഞങ്ങൾ പറഞ്ഞ പോലെ ചോദിച്ചു. നിങ്ങൾ മടവൂരി അല്ല, അത് എനിക്കറിയാം. നിങ്ങൾ മടവൂരി ആയതുകൊണ്ടല്ലല്ലോ അങ്ങനെ പറഞ്ഞത്. മറുപടി ഇപ്പം എങ്ങനെ പറഞ്ഞു? ഇപ്പം നിങ്ങൾ ഒരു പഠിച്ചിട്ട് വലുതായതുകൊണ്ട് എനിക്ക് പ്രയാസമൊന്നുമില്ലല്ലോ. ആ ഖുർആൻ